എന്താ സമൻസോ എന്താണ്? സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത്? ആരെ കയ്യിലാണ് കൊടുത്തത്? ആർക്കാണ് അയച്ചത്? എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം? എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത്? ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ. ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ച് കാട്ടാൻ നോക്കുകയാണ്. ആ ചിത്രം വരച്ച് കാട്ടുന്നത് ഇത്തരമൊരു ഉദ്ദേശത്തിലാണ്. എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം, സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാകുമോ? ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ 13 മകനെതിരായി മലയാള മനോരമ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എന്ത് വ്യാജ നിർമ്മിതി നടത്തിയും സർക്കാരിനെതിരെ പ്രചാരണം നടത്തുമെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരായ മനോരമയുടെ ED സമൻസ് എന്ന വാർത്ത. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആവിയായതോടെയാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ഒത്താശയിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ പുതിയ തിരക്കഥ പിറവിയെടുത്തത്. എന്നാൽ സമൻസ് കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതോടെ ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു ആ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഒക്ടോബർ 11 മുഖ്യമന്ത്രിയുടെ മകന് 2023 ED സമൻസ് എന്ന തലക്കെട്ടോടുകൂടി വലിയൊരു ബോംബ് പൊട്ടിച്ച സന്തോഷത്തോടെയാണ് മനോരമ 1-ാം പേജിൽ ആ വാർത്ത നൽകുന്നത്. 2-ാം ദിനവും ഇത് തുടർന്നു. പക്ഷേ ആദ്യ ദിവസത്തെ ഒരു ഊർജം തുടർന്നുള്ള ദിവസങ്ങളിൽ അത്രക്കില്ലായിരുന്നു. 3-ാം ദിവസം അടുത്ത ട്വിസ്റ്റ്. ലൈഫ് മിഷനിലല്ല ലാവ്ലിനിലാണ് സമൻസ് എന്ന് ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നു. അതോടെ ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ വിളിപ്പിച്ച അതേ ദിവസമാണ് വിവേക് കിരണിനെ വിളിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് തങ്ങൾക്ക് കൺഫ്യൂഷൻ ആയതെന്നും തിരുത്ത്. ലൈഫ് മിഷൻ സമൻസ് വാർത്ത 3 ദിവസം ആഘോഷിച്ച ഇവർ ഇതുവരെ എഴുതി പിടിപ്പിച്ചതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയിച്ചാണ് പുതിയ സമൻസ് ലാവ്ലിനിൽ നിന്ന് ലീഡാക്കിയത്. പിന്നാലെ കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളെല്ലാം തകർന്നു വീഴുന്ന കാഴ്ച മനോരമക്കാർ തന്നെ തിരിച്ചറിയുന്നു. എന്താണ് തങ്ങൾ ഉദ്ദേശിച്ചതെന്ന് വായനക്കാരനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്ന മലയാള മാധ്യമ ലോകത്തെ വാർത്താമുത്ത ദയനീയ അവസ്ഥയാണ് ഒക്ടോബർ 16 നാം കാണുന്നത്. എന്നാൽ അതും ഏറ്റില്ലെന്ന് കണ്ടപ്പോൾ പതിയെ വാർത്ത മുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യം ഒരാഴ്ചയാകുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 17, 18 തീയതികളിലെ പത്രത്തിൽ മുങ്ങാങ്കുഴിയിട്ട് നോക്കിയിട്ടും ആ ഞെട്ടിക്കുന്ന ബിഗ് ബ്രേക്കിംഗിന്റെ ഒരു തരി പോലും കാണാനാകുന്നില്ലെന്ന നഗ്ന സത്യം നാം തിരിച്ചറിയണം. ഒരു ദുരന്ത നാടകമായി അത് അവസാനിച്ചിരിക്കുന്നു. പിണറായി വിജയന് ഒരു പങ്കുമില്ലെന്ന് CBI കോടതിയും ഹൈക്കോടതിയും ആവർത്തിച്ചു വ്യക്തമാക്കിയ ലാവ്ലിൻ കേസിന്റെ പേരിൽ കരാർ കാലത്ത് കൗമാരം പോലും കഴിഞ്ഞിട്ടില്ലാത്ത മുഖ്യമന്ത്രിയുടെ മകനെ വലിച്ചിഴയ്ക്കുക വഴി എന്താണ് മനോരമ ലക്ഷ്യം വെച്ചത്? 2023 അയച്ചുവെന്ന ഇവർ അവകാശപ്പെടുന്ന സമൻസ് കാത്തുസൂക്ഷിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വാർത്തയാക്കുന്നതിന്റെ ചേതോവികാരം എന്തെന്ന് ആർക്കും മനസ്സിലാകും.